റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു മുട്ടക്കറി കണ്ടാലോ. ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അരയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ 4-5 കപ്പലമുളക്, 1 ടീസ്പൂൺ കശുകശ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 1 പിടി കാഷ്യൂനട്ട്സ്, 2-3 തുണ്ട് ഇഞ്ചി, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി. ഇത്രയാണ് നമ്മളിതിൽ ചേർക്കണത്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച വറുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം പൊടിയായതുകൊണ്ട് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അവസാനമായിട്ടാണ് ചേർക്കണത്. ഇനി അതിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഇട്ടിട്ട് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഈ ചൂടിൽ തന്നെ നന്നായിട്ട് അത് വതങ്ങി വന്നോളൂ. തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നല്ല വലിയ സവാളയാണ് പൊട്ടിയായി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് സോട്ടാവട വരെ നമുക്ക് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് 2-3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റ് ആവട വരെ വഴറ്റിയെടുക്കണം. നന്നായി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക ചട്ടുകം കൊണ്ട് തന്നെ. ഇനി നേരത്തെ മാറ്റി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഗരം മസാലയും. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം അടച്ച് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ പതുക്കെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനമായിട്ട് കുറച്ചധികം മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് തൂവിക്കൊടുക്കുക. അങ്ങനെ ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി.